കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിക്ചർ കണ്ടതുപോലെ തന്നെ ചീര കൊണ്ടുള്ള കുറച്ച് വിഭവങ്ങൾ പരിചയപ്പെടുത്താം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്നതാണ്. ചീര കിട്ടുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫസ്റ്റ് നമ്മൾ ചീര എടുക്കുക. ചീര തോരൻ അരിയുന്നത് പോലെ കുറച്ച് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കുക്കർ എടുക്കുക. പരിപ്പ്, സാമ്പാർ പരിപ്പ് ഇടുക. പുളിയുള്ള മാങ്ങ ഇടുക. 2 പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ചീരയിൽ നിന്നും കുറച്ച് ചീര ഇടുക. ശേഷം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് ഇത് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പം ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി ഇടാം. ശേഷം കുക്കർ അടച്ച് 3 വിസിൽ കേട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ചീര പരിപ്പ് കറി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നാമത്തെ വിഭവം ഇതാണ്. രണ്ടാമത്തേത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇടുക. കുറച്ച് ചീര അതിനകത്ത് ഇടുക. വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കടുക് വറക്കാം കേട്ടോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ചാണ് ഞാൻ ചീര വേവിക്കുന്നത്. അടച്ച് വയ്ക്കുമ്പോൾ വെന്ത് പോകും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് തീ ഏറ്റവും ലോയിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ശേഷം നമ്മൾ തോരൻ അരയ്ക്കുന്ന കൂട്ട് ഇതിലോട്ട് ഇടുക. ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത്രയാണ്. ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 3/4 ഭാഗം വേവിച്ച് വച്ചേക്കുന്ന സാമ്പാർ പരിപ്പാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ആ സാമ്പാർ പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇത്തിരി നല്ല മൂത്ത് വരുന്നത് വരെ, വെള്ളമൊക്കെ വറ്റുന്നത് വരെ, സാമ്പാർ പരിപ്പിൽ വെള്ളം കാണുമല്ലോ, അതെല്ലാം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പ് വച്ചിട്ടുള്ള ചീര പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വിഭവം. ഇനി മൂന്നാമത്തെ വിഭവം ചീര മുട്ടത്തോരനാണ്. സവാള കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചീരയും സവാളയും കൂടെ നല്ല രീതിയിൽ ഉപ്പിട്ട്, ഉപ്പ് ഞാൻ ഏകദേശം ഒന്ന് വെന്ത് വരുന്നതിന് ശേഷമേ ഞാൻ ഉപ്പിടാറുള്ളൂ ചീരയ്ക്ക്. അപ്പോഴെല്ലായിടത്തും അത് പറ്റും. പക്ഷേ അല്ലാതെ ഉപ്പിടുമ്പോൾ ഇടയ്ക്ക് അവിടെ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചീര ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തോരനരയ്ക്കുന്ന കൂട്ട് അതിലോട്ടിടുക. ശേഷം അതിൻ്റെ നടുഭാഗം ഒന്ന് മാറ്റിയിട്ട് ഞാൻ 2 മുട്ടയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. നല്ല രീതിയിൽ ആ മുട്ടയൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരത്തക്ക രീതിയിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചീര മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തോരനാണ്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ശേഷം നമ്മൾ കുറച്ച് ചീര എടുത്ത് ഒന്ന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഇത് അടച്ച് വെച്ച് തന്നെ വേവിക്കുക. നല്ല രീതിയിൽ വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ, കടുക്, ജീരകം, വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ പേസ്റ്റ് രൂപത്തിൽ അരച്ച് ഇതിലോട്ട് ചേർക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കും. അപ്പോൾ തിള വരുമ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്യണം. നല്ല രീതിയിൽ തിളച്ച് പോകരുത്, എങ്കിൽ തേങ്ങ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വരുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്താൽ മതി. ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് തൈര് കടഞ്ഞ്, അതായത് കട്ടയില്ലാതെയൊക്കെ ഒന്ന് കടഞ്ഞെടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കടുക് താളിച്ച് ഒഴിക്കുക. ഒന്ന് നല്ല രീതിയിൽ ഇളക്കിയെടുത്താൽ നമ്മുടെ ചീര കിച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചീര കൊണ്ടുള്ള വേറെ മറ്റു വിഭവങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.